ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിന് ശേഷം മൂന്നാമത്തെ ചാപ്റ്ററിൽ എത്തി നിൽക്കുകയാണ് അല്ലേ? ഏതായിരുന്നു ഒന്നാമത്തെ ചാപ്റ്റർ? യൂറോപ്യൻ പരിവർത്തന പാതയിൽ, യൂറോപ്യൻ ട്രാൻസിഷൻ. രണ്ടാമത്തെയോ ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് അല്ലേ? ഈ രണ്ട് പാഠങ്ങളിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്ന യൂറോപ്യൻ ശക്തികളെക്കുറിച്ച് പഠിച്ചു. ആരെല്ലാമായിരുന്നു? പോർച്ചുഗീസുകാർ, ഇംഗ്ലീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ അല്ലേ? അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനായിട്ട് അവസാന യുദ്ധം ആര് തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ ഇംഗ്ലീഷുകാർ തോൽപ്പിച്ചു അല്ലേ? അപ്പോൾ എന്തായി? ഭരണം ആർക്ക് കിട്ടി? ഇംഗ്ലീഷുകാർക്ക് കിട്ടി. ഈ ആദ്യമായിട്ട് ബംഗാളിൽ ഇംഗ്ലീഷുകാർ ആധിപത്യം സ്ഥാപിക്കാൻ എന്താ കാരണം? ബംഗാളിലെ കാർഷിക സമൃദ്ധി, പിന്നെന്താണ്? കച്ചവട സാധ്യതകളും അല്ലേ? 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയെ ഇംഗ്ലീഷുകാർ തോൽപ്പിച്ചു. അതോടെ എന്തായി? ബംഗാളിൻ്റെ ഭരണം പൂർണ്ണമായും ഇംഗ്ലീഷുകാർക്ക് കിട്ടി അല്ലേ? അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ എന്താണ്? ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും, റെസിസ്റ്റൻസ് ആൻഡ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളതെന്ന് നോക്കാം. നഗോഡകൾ. കൂട്ടുകാരെ, ആരായിരുന്നു നഗോഡകൾ? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതം കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനാൽ അവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു അല്ലേ? അതായത് നമ്മളുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിലെ കാർഷിക സമൃദ്ധിയും അതുപോലെ തന്നെ കച്ചവട സാധ്യതയും മുന്നിൽ കണ്ട് ബംഗാളിൽ പരിപൂർണമായിട്ടും ആധിപത്യം സ്ഥാപിച്ചു അല്ലേ? ബംഗാളിലെ പരമ്പരാഗത പട്ടുനൂൽ നെയ്ത്തുകാരായിരുന്നു ആര്? നഗോഡകൾ. അവരെ ചൂഷണം ചെയ്ത് അവർക്ക് ഉപജീവനത്തിനായി മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ, അങ്ങനെ ഒരു അവസ്ഥയിൽ അവരെ ചൂഷണത്തിനിരയാക്കി ആര്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതിന് അവരെ എന്താണ് ചെയ്തത്? അവരവരുടെ തൊഴിൽ നിർത്താൻ തീരുമാനിച്ചു. അതിനായി അവർ കണ്ടെത്തിയ മാർഗം എന്താണ്? അവരുടെ പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. നമുക്കത് ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട് അല്ലേ? അവരുടെ പെരുവിരൽ അവർ മുറിച്ചു മാറ്റുക എന്ന് ആലോചിക്കുമ്പോൾ അല്ലേ? Some of the Nagodas were the sericulturists of Bengal. Weavers from various countries came to buy the silk they produced. When Bengal came under the rule of the English East India Company, the officials began to exploit the Nagodas. They were compelled to do weaving for major wages. They were made bonded laborers of the company, denying opportunity to seek any other means of livelihood. They were forced to live like slaves under the company. The workers who were not willing to obey were tortured. Their properties were seized. They collectively decided to give up their traditional occupation, for it did not help them earn a living. Hence, they decided to cut off their thumbs as a protest against the policies of the East India Company.
അപ്പോൾ കൂട്ടുകാരെ, ആരായിരുന്നു നഗോഡകൾ? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ആരാണ് ഇവരെ ചൂഷണം ചെയ്തത്? ബ്രിട്ടീഷുകാരാണ് ഇവരെ ചൂഷണം ചെയ്തത്. ഇവരുടെ ജീവിതം ദുരിതപൂർണമായത് എങ്ങനെയാണ്? കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായി. അടിമകൾക്ക് തുല്യമായ ജീവിതം നയിക്കേണ്ടി വന്നു. ക്രൂരമായ മർദ്ദനം, അല്ലേ? അതായത് ബംഗാളിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ചതോടുകൂടി നഗോഡകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ട് പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു ആര്? നഗോഡകൾ. ഇവരേനെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യാൻ തുടങ്ങി, അല്ലേ? എങ്ങനെ? കുറഞ്ഞ വേതനം, അതായത് അവർ ജോലി ചെയ്താൽ കുറഞ്ഞ കൂലി മാത്രമാണ് അവർക്ക് കൊടുത്തിരുന്നത്. ആ ഒരു കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാൻ അവർ നിർബന്ധിതരായി. അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല, അല്ലേ? അടിമകൾ പോലെയാണ് അവരെ കണ്ടിരുന്നത്. അത് അവരെന്തെങ്കിലും പ്രതിഷേധം അറിയിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്രൂരമായ മർദ്ദനമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. Friends, who were Nagodas? Yes, Nagodas were the sericulturists of Bengal. Who exploited the Nagodas? The British exploited the Nagodas. How did their lives become miserable? Forced to work for meager wages. Forced to live like slaves. Brutal torture. Okay. പെരുവിരൽ മുറിച്ചു മാറ്റുക എന്ന തീരുമാനത്തിലെത്താൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? നഗോഡകൾ അവരുടെ പെരുവിരൽ മുറിച്ചു മാറ്റിയല്ലേ? എന്തായിരുന്നു അതിന് കാരണം? അവരുടെ ജീവിതമാർഗം ഇല്ലാതായി. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടി ഇവർ കുലത്തൊഴിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. പെരുവിരൽ മുറിച്ച് അവർ പ്രതിഷേധിച്ചു, അല്ലേ? നമ്മളുടെ ഒരു കയ്യിലൊരു ചെറിയ മുറിവ് വന്നാൽ തന്നെ നമുക്ക് വേദന സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കാരണം ബ്രിട്ടീഷുകാരിൽ നിന്നും അവർ അത്രയും കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അവർ അവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി അവർ എന്തു ചെയ്തു? അവരുടെ പെരുവിരൽ മുറിച്ചു മാറ്റി. What factors compelled them to make the decision to cut off their thumbs? The way of life is gone. Properties were seized. They lost their lives and decided to give up their traditional occupation. Protects by cutting off their thumbs. Okay. ടീച്ചർ നമ്മളോടൊരു പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്തായിരുന്നു? നഗോഡകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ നഗോഡാസ്. നമ്മൾക്ക് എഴുതിക്കൂടെ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദുർഭരണത്തിൽ ജീവിതം വഴിമുട്ടി സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയവരായിരുന്നു നഗോഡകൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ ആയിരുന്നു നഗോഡകൾ. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ അവരുടെ ചൂഷണത്തിന് വിധേയരാകേണ്ടി വന്നു. കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതമായിരുന്നു നഗോഡകൾ നേരിടേണ്ടി വന്നത്. കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുകയായിരുന്നു മാർഗം കണ്ടെത്തിയത്. The Nagodas were the ones who lost their lives in the misrule of the British East India Company and had their thumbs amputated. The Nagodas, the silk farmers of Bengal, were subjected to exploitation by the establishment of the English East India Company rule in Bengal. Weaving work was done by them for low wages. They were made workers of the company so that they could not find other means of subsistence. The Nagodas faced a life equal to that slaves. Those who did not accept the decision of the company officials were brutally beaten. Property confiscated. Nagoda, who lost his life, decided to quit the caste system. They found a way to do this by cutting off their own big toe. കൂട്ടുകാരെ, ഈ നഗോഡകളെ മാത്രമാണോ കമ്പനി ഭരണം പ്രതികൂലമായിട്ട് ബാധിച്ചത്, ചൂഷണം ചെയ്തത്? അല്ല, അല്ലേ? നഗോഡകളെ മാത്രമല്ല,
മറ്റു പരമ്പരാഗത ഗോത്രവർഗക്കാരെയും കമ്പനി ഭരണം പ്രതികൂലമായി ബാധിച്ചു അല്ലേ. ദ കമ്പനി റൂൾ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ഓൾ ദി വർക്കേഴ്സ് എൻഗേജ്ഡ് ഇൻ ട്രഡീഷണൽ ഓക്യുപ്പേഷൻ. ആരെല്ലാമാണത് നമുക്ക് നോക്കി നോക്കാം. ആരെല്ലാമായിരുന്നു? കർഷകർ, ഫാമേഴ്സ്, നെയ്ത്തുകാർ അഥവാ വീവേഴ്സ്, കൈത്തൊഴിലുകൾ, ക്രാഫ്റ്റ്സ്മാൻ, ഗോത്രവർഗക്കാർ, ട്രൈബൽസ്. ഇവരൊക്കെ കമ്പനി ഭരണത്തിൻ്റെ ചൂഷണത്തിന് ഇരയായി. ഇവരൊക്കെ എങ്ങനെയാണ്? പരമ്പരാഗതമായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു അല്ലേ. ആരൊക്കെ? കർഷകർ, നെയ്ത്തുകാർ, ഗോത്രവർഗക്കാർ, കൈത്തൊഴിലുകൾ. ഇവരെല്ലാവരും തന്നെ എങ്ങനെയായിരുന്നു? പരമ്പരാഗതമായിട്ടുള്ള അവരുടെ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. ഇവിടെ എന്താ? ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പൂർത്തീകരിക്കണം അല്ലേ. എന്താണ്? കമ്പനിയുടെ ചൂഷണത്തിന് വിധേയരായവർ ആരെല്ലാമാണ്? അത് അപ്പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകൾ, ഗോത്രവർഗക്കാർ. ഇത് നിങ്ങൾ എന്താ 4 വരകൾ കാണുന്നില്ലേ, അവിടെ എഴുതുക. ഈ കമ്പനിയുടെ ചൂഷണത്തിന് ആരൊക്കെയാണ്? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകൾ, ഗോത്രവർഗക്കാർ. ഇത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. Victims of companies' exploitation: farmers, weavers, craftsmen, tribals. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മളെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ചൂഷണത്തിനിരയായവർ ആരൊക്കെ എന്നാണ് ഈ പദസൂര്യൻ നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണത്തിന് ഇരയായ വർഗ്ഗക്കാരെ നമ്മൾ കണ്ടു അല്ലേ. അതിലാദ്യത്തെ ആൾക്കാർ ആരായിരുന്നു? കർഷകർ അഥവാ ഫാമേഴ്സ്. ഭക്ഷ്യധാന്യ വിളകൾ കൃഷി ചെയ്ത് തരുന്നവരായിരുന്നു ആര്? കർഷകർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ബംഗാളിലെ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി അല്ലേ. എന്താണ്? കാർഷിക അഭിവൃദ്ധി, അതായത് കാർഷിക സമൃദ്ധി ആയിരുന്നു ആരുടെ ലക്ഷ്യം? നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് കണ്ടിട്ടാണല്ലേ അവർ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതായിരുന്നു അല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഇവർ കർഷകരെ ചൂഷണം ചെയ്തത്? കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല അല്ലേ. എന്താണ്? ഈ കർഷകർക്ക് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയാലും നമ്മുടെ കൃഷി അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ വരൾച്ചയോ വെള്ളപ്പൊക്കമോ അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ കൃഷി നശിച്ചാൽ പോലും അവരെന്തു ചെയ്തിരുന്നില്ല? നികുതിയിൽ യാതൊരു ഇളവും നൽകിയിരുന്നില്ല. കൃഷി നശിച്ചാലും നശിച്ചില്ലെങ്കിലും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണമായിരുന്നു? അമിത നികുതി കൊടുക്കണമായിരുന്നു. പിന്നെയോ നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ അഥവാ ജമീന്ദാർമാർ ചുമതലപ്പെടുത്തി. എന്താണ്? ഈ നികുതി കൃത്യമായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തു ചെയ്തു? ഇടനിലക്കാരെ, അതായത് ഈ കർഷകരും കമ്പനിയും നേരിട്ടല്ല, ഇവർക്കും മധ്യേ ഒരു ഇടനിലക്കാർ, അവരെ എന്താണ് പറയുന്നത്? ജമീന്ദാർമാർ എന്ന്. അങ്ങനെയുള്ളവരെ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. അതായത് നികുതി ഇപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങളോ വിളകളോ ഒന്നും പറ്റില്ല, നികുതി എന്ത് തന്നെ വേണം? പണം തന്നെ വേണമെന്ന വ്യവസ്ഥ അവർ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ ആശ്രയിക്കേണ്ടി വന്നു. അവർക്ക് കൃഷിയിൽ ലാഭം ഉണ്ടായെന്ന് വരില്ല. ഇതുപോലുള്ള വെള്ളപ്പൊക്കമോ വരൾച്ചയൊക്കെ കൊണ്ട് അവരുടെ കൃഷി നശിച്ചിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അത്രയും പണം കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? എന്നാൽ നിർബന്ധമായും കൊടുക്കും വേണം. അപ്പോൾ അവരെന്ത് ചെയ്തു? നമ്മൾ പലിശയ്ക്കൊക്കെ പണം മേടിക്കുക എന്ന് പറയുമല്ലോ, അതുപോലെയുള്ള അവരെന്താണ് പറയുന്നത്? സാഹുക്കാർ, അവരതിനെ ആശ്രയിച്ചു അല്ലേ. The English East India Company exploited the farmers. How? Yes, levied heavy taxes on farmers. No tax concessions were sanctioned even when drought and flood destroyed the agriculture. Then middlemen, zemindars, were assigned to the duty of collecting tax. Next, imposed the condition that the tax was to be paid in the form of cash.
The farmers had to depend on sahus, the private money lenders, for loans at a high rate of interest. Okay. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിലെ കർഷകരെ അവരുടെ തൊഴിലാളികളാക്കി മാറ്റി. എങ്ങനെയാണ്? The British found that the soil of Bengal was suitable for cotton, jute and indigo. എന്താ? ബ്രിട്ടീഷുകാർക്ക് എന്ത് മനസ്സിലായി? ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമാണെന്ന് മനസ്സിലായി. അല്ലേ? ഇത് ഭക്ഷ്യോൽപ്പന്നങ്ങളല്ല അല്ലേ? ഇത് എന്താണ്? ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്കുള്ള പ്രധാന അസംസ്കൃത വസ്തുക്കളാണ്. എന്താണ്? റോ മെറ്റീരിയൽസ് ഫോർ ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ? എന്താണ്? അതാര് മനസ്സിലാക്കി? ഇംഗ്ലീഷുകാർ മനസ്സിലാക്കി. അപ്പോൾ ഇതെന്താ? ഈ നമ്മുടെ കർഷകർ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിള ചെയ്ത പാടങ്ങളിൽ എന്ത് ചെയ്യാൻ നിർബന്ധിതരായി? ഇതുപോലെയുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അങ്ങനെ അവരുടെ പരമ്പരാഗത തൊഴിലിൽ നിന്നും മാറി എന്ത് ചെയ്യേണ്ടി വന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കേണ്ടി വന്നു അല്ലേ? അങ്ങനെ അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ? അവർക്ക് ക്രൂരമായ പീഡനവും സഹിക്കേണ്ടി വരുമല്ലേ? അതുപോലെ എന്താണ്? അവരുടെ വസ്തുവകകളൊക്കെ ആര് കണ്ടുകെട്ടും? കമ്പനി കണ്ടുകെട്ടും. ഇനി അവരുടെ മേൽ അമിതമായ നികുതി ഭാരം ഏൽപ്പിക്കും. അങ്ങനെ കർഷകരെ എല്ലാ രീതിയിലും അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ കർഷകരെന്താണ്? കമ്പനി പറയുന്നത് അനുസരിക്കാൻ നിർബന്ധിതരായി. അടുത്ത പ്രവർത്തനം എന്തായിരുന്നു? ബംഗാളിലെ ഭരണം കമ്പനിയുടെ അധീനതയിലായതോടെ കർഷകർ അനുഭവിച്ച ദുരിതങ്ങൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. Write a short note on the hardships faced by the farmers in Bengal under the company rule. നമുക്ക് എഴുതിക്കൂടെ? How do we write? Yes, the rule of the East India Company in Bengal adversely affected many sections engaged in traditional occupation. The evils suffered by the Nagoda, the silk cultivators, were repeated in many other sects. Farmers also fell victim to the exploitation of company rule. With the conquest of Bengal, the company's focus shifted to the affluent agricultural sector. The aim was to plunder the maximum wealth. The East India Company found that the soil of Bengal was most suitable for the cultivation of cotton, jute, indigo. Jute, cotton, indigo were the main raw materials required for industries in England. Farmers were forced to cultivate these. Excessive taxes were imposed on farmers to plunder the agricultural sector. No tax relief was given even if the crop was destroyed due to drought or flood. Intermediaries were asked with collecting the task. The provision was made that tax should be paid in cash. For this, the farmers had to rely on money till they paid interest. ബംഗാളിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന പല വിഭാഗങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു. പട്ടുനൂൽ കൃഷിക്കാരായ നഗോഡകൾ അനുഭവിച്ച തിന്മകൾ മറ്റു പല വിഭാഗങ്ങളിലും ആവർത്തിച്ചു. കർഷകരും കമ്പനി ഭരണത്തിൻ്റെ ചൂഷണത്തിനിരയായി. ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു ലക്ഷ്യം. ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മനസ്സിലാക്കി. ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്കു ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു ചണവും പരുത്തിയും നീലവും. ഇവ കൃഷി ചെയ്യാൻ കർഷകർ നിർബന്ധിതരായി. കാർഷിക മേഖലയെ കൊള്ളയടിക്കാൻ കർഷകർക്കു മേൽ അമിത നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കുന്നതിനായി ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. പണമായി തന്നെ നികുതി നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. ഇതിനായി പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ കർഷകർക്ക് ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരമായി എന്നും ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്